ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടണത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് സഞ്ജയ്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില കൂട്ടുകാരും ഒരുമിച്ച് ഗ്രാമത്തിലുള്ളതായ ഒരു അനാഥശാലയിൽ കടന്നു ചെല്ലുകയും അവിടെ കുഞ്ഞുങ്ങളെ കണക്കും ഇംഗ്ലീഷും ട്യൂഷൻ എടുത്തു കൊടുക്കുകയും മാത്രമല്ല അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യ ശീലങ്ങൾ അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ സൗജന്യ മരുന്നുകളും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ഇവർക്ക് കൊടുക്കുക പതിവായിരുന്നു. അങ്ങനെ ഇത് കാലങ്ങൾ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സജ്ജയും തൻ്റെ കൂട്ടുകാരും ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ ആ ഗ്രാമത്തിലുള്ള കുറച്ചു പേർ ഇവരെ തടഞ്ഞു. ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത്രയധികം പണം ചെലവഴിച്ച് ആ കുട്ടികൾക്ക് വസ്ത്രവും ആഹാരവും അതുപോലെ തന്നെ മരുന്നുകളെല്ലാം നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥ ലാഭമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് കേട്ടിട്ട് സഞ്ജയ് ചിരിച്ചുകൊണ്ട് ആ സഹോദരന്മാരോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ ഒരു സ്വാർത്ഥ ലാഭങ്ങൾ ഞങ്ങൾക്കില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി അല്ല ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ നല്ല പൗരന്മാരായി തീരാൻ വേണ്ടി ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാനായിട്ട് പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് ഏത് വിഷയമാണ് ബുദ്ധിമുട്ടുള്ളത് ആ വിഷയങ്ങൾക്ക് ഞങ്ങൾ ട്യൂഷൻ കൊടുത്ത് അവരെ മികച്ച വിദ്യാർത്ഥികളാക്കി നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാക്കി തീർക്കാനായിട്ടാണ് ഞങ്ങൾ ഉത്സാഹിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യശീലങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ആരോഗ്യശീലങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുവാനും ഒരാളെ ബഹുമാനിക്കാനായിട്ട് അവർക്കറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുൾപ്പെട്ട് നിൽക്കുന്ന മതമല്ലാതെ മറ്റു മതക്കാരെ സ്നേഹിക്കാനും അവർക്കെല്ലാം മാതൃകയായി നിൽക്കാനും അവരെയൊക്കെ ബഹുമാനിക്കാനുമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും മതം മാറ്റാനല്ല, അവരുടെ ജീവിതം മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സഞ്ജയ് ആ സഹോദരന്മാരോട് പറഞ്ഞു. എന്തായാലും ശരി, നിങ്ങൾ നാളെ മുതൽ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സഞ്ജയിനെയും തൻ്റെ കൂട്ടുകാരെയും ആ ഗ്രാമത്തിലെ അനാഥശാലയിലേക്ക് പോകുന്നത് മുടക്കി. പിറ്റേ ദിവസം മുതൽ അവർ ആ ഭാഗത്തേക്ക് പോയില്ല. നാളുകൾ കുറച്ച് കഴിഞ്ഞു. ഒരു ദിവസം സഞ്ജയ് താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ വാതിൽക്കൽ വന്ന് ചിലർ വന്ന് മുട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങളെ പലരും മതം മാറ്റാൻ വേണ്ടിയാണ്, ആ കുഞ്ഞുങ്ങളെ മതം മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളവിടെ ഈ ട്യൂഷൻ ക്ലാസ്സുകളും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകളും വസ്ത്രവും ഭക്ഷണവും എല്ലാം വിതരണം ചെയ്യുന്നതെന്ന് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയേണ്ടത് വന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്ന് ഇതുവരെ ചെയ്തതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കണം, അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കണം, ആരോഗ്യശീലം അവരെ പഠിപ്പിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റു മതങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ അവരെ പഠിപ്പിക്കണമെന്ന് ഇവർ പറഞ്ഞിട്ട് പോയി. പിന്നെ അത് താമസിച്ചില്ല. സഞ്ജയ് കൂട്ടരും ആദ്യം ചെയ്തു വന്നതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ പോവുകയും ആ അനാഥശാലയിലെ കുഞ്ഞുങ്ങളെ അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് തെറ്റിദ്ധാരണ ധാരാളം നമ്മുടെ നാട്ടിൽ പരക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്താൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീടിൻ്റെ കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അവർ മതം മാറ്റാനാണ് എന്നുള്ളതായി കിംവദന്തികൾ പരത്തുന്നത് ഒരു നിത്യസംഭവമായി തീർന്നിട്ടുണ്ട്. 2025 ജൂലൈ മാസം 25-ാം തീയതി, അതായത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അതുപോലെ സിസ്റ്റർ പ്രീതി മേരി എന്നീ പറയുന്നതായി 2 മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യാനിടയായി. സിസ്റ്റർ പ്രീതി മേരി 45 വയസ്സുള്ളതായ ഈ കന്യാസ്ത്രീ ഒരു ഫാർമസിസ്റ്റാണ്. ദീർഘകാലങ്ങളായി അവർ ഉത്തരേന്ത്യയിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സേവനം ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ആ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് 50 വയസ്സുള്ളതായ ഈ കന്യാസ്ത്രീ നേഴ്സാണ്. മാത്രമല്ല ഹെൽത്ത് കെയർ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീകളും, അതായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന കേരളത്തിൽ ആരംഭിച്ചതായ ഈ സംഘടനയുടെ അംഗങ്ങളാണ്. എന്നു മാത്രമല്ല, ഇന്ന് ലോകത്തിൽ എവിടെയും അറിയപ്പെടുന്നതായ സിറോ മലബാർ കത്തോലിക്ക സഭയുടെ മെമ്പർമാർ കൂടിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും. എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ, മതിയായ രേഖകളോടെ തന്നെ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നിന്ന് 18-നും 23-നും വയസ്സിന് ഇടയിലുള്ളതായ 3 യുവതികളെ അതായത് ഈ നേഴ്സിംഗ് അതുപോലെ ഹൗസ് കീപ്പിംഗ് ജോലി പരിശീലനത്തിന് വേണ്ടി ആഗ്രയിലുള്ളതായ ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ ചേർക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇവരുടെ മേല്, അതായത് ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യക്കടത്തും മതപരിവർത്തനവും എന്നീ 2 കുറ്റങ്ങൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇടയായത്. ഈ മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ആ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു, അതിൽ ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല ആൾക്കാർക്കും അത് അറിയില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരെ ചതിച്ചും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി അവരെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതിനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിശ്ചയമായിട്ടും തെറ്റാണ്. ഇങ്ങനെ ചെയ്താൽ അതായത് മനുഷ്യരെ ചതിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി അല്ലെങ്കിൽ പണം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി അവരെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവുകയോ അതുപോലെ തന്നെ അവർ മറ്റെന്തെങ്കിലും ദുർവിനിയോഗം ഈ സ്ത്രീകളെ കൊണ്ടോ അല്ലെങ്കിൽ പുരുഷന്മാരെ കൊണ്ടോ ചെയ്യിക്കുന്നുവെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തെറ്റാണ്. രണ്ടാമത്, മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മതം വിട്ട് മറ്റൊരു മതം സ്വീകരിക്കുന്നതിനാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഒരു വ്യക്തിക്ക് ഏത് മതവും സ്വീകരിക്കണമെങ്കിലും അല്ലെങ്കിൽ ഏത് മതവും വേണ്ടെന്ന് വെക്കണമെങ്കിലും ഏത് മതത്തിൽ ചേരണമെന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ വ്യക്തിക്ക് ഈ താൻ വിശ്വസിക്കുന്ന ഇഷ്ടമതം പ്രചരിപ്പിക്കാനുള്ളതായ അനുവാദം നമ്മുടെ ഭാരതത്തിലെ നിയമം അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ബലപ്രയോഗ നിമിത്തം വഞ്ചനയും ചതിയും ധനസഹായം നൽകി മതം മാറ്റാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ്. ഒരിക്കൽ കൂടി ഞാനിത് ആവർത്തിക്കാം. നിങ്ങൾ ചിലപ്പോൾ മതപ്രചരണം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്. ബലപ്രയോഗം, വഞ്ചന, ധനസഹായം നൽകി മതം മാറ്റാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറ്റകരമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ മത പരിവർത്തനത്തിന് പ്രത്യേക നിയമങ്ങൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്ന് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ പ്രത്യേക നിയമങ്ങൾ നിലവിലുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം കിടന്ന് കണ്ണുനീര് കുടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൂടെ മറന്ന് പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ. എന്നാൽ ഈ 2 കന്യാസ്ത്രീകൾ ഈ വക നിയമങ്ങൾ ലംഘിച്ചതായിട്ട് ഒന്നും തെളിവുകളൊന്നുമില്ല, അങ്ങനെ ഞാൻ കരുതുന്നുമില്ല. കുഷ്ഠരോഗികളെയും തെരുവിൽ വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങളെയും ചേർത്ത് പിടിച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് അവരുടെ മുറിവുകളെ കെട്ടി അവർക്ക് വേണ്ടതായ മരുന്നും ആഹാരവും വസ്ത്രവും കൊടുത്ത് അവർക്ക് വേണ്ടതായ താമസ സൗകര്യങ്ങൾ ഒരുക്കി ഏറ്റവും നല്ല രീതിയിൽ മാനുഷിക പരിഗണനയിൽ തന്നെ മനുഷ്യ സ്നേഹം പങ്കുവെക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഈ കന്യാസ്ത്രീമാർ 2 പേരും ചെയ്തു വരുന്നത്. വർഷങ്ങളായിട്ട് അവർ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരുമാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുകയും കൂടെ വേണം.
അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 9 ദിവസം മുൻപ് ദുർഗ് ജയിലിൽ കഴിയേണ്ടി വന്നതായ 9 ദിവസങ്ങൾക്ക് മുമ്പ് 9 ദിവസം ഇന്നേക്ക് 9 ദിവസമായി അവരെ ജയിലിൽ അടച്ചിട്ട്. എന്നാൽ ഈ സന്യാസികൾ ഉപാധികളോടുകൂടെ ബഹുമാനപ്പെട്ട ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ച വാർത്ത ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജീവകാരുണ്യ പ്രവൃത്തിയിൽ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിഫലനമാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മറന്നു പോകുന്നത്. അപ്പോൾ ജീവകാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. അതൊരിക്കലും മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതപരിവർത്തനമോ അല്ല. അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് ഒരു കാരണവശാലും ഒരു വ്യക്തിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തിന് വേണ്ടിയോ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംഹിതയ്ക്ക് വിരുദ്ധമാണെന്നുള്ള കാര്യം മറന്നു പോകാതെ ഇരിക്കുക. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 1-27 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് നമ്മളെല്ലാ ഭക്തന്മാരാണ്. ഇന്ത്യ രാജ്യത്തുള്ളതായ എല്ലാവരും തന്നെ മിക്കവാറും 99% എനിക്ക് തോന്നുന്നു അതായത് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. ഇല്ലെങ്കിൽ എങ്ങനെ വന്നാലും 60-65% ഭക്തരാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ശ്രദ്ധിച്ചേ, അതായത് യാക്കോബിന്റെ 1-27 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ ഭക്തിക്ക് ഒരു നിർവചനം കൊടുത്തിരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങൾ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം കാത്തുകൊള്ളുന്നതുമാകുന്നു. അതായത് അനാഥരെയും ആരോരുമില്ലാത്തവരെയും വിധവമാരെയും അങ്ങനെ അഗതികളായിരിക്കുന്നവരെ, അതായത് ഒരു നന്മ പ്രതീക്ഷിക്കുന്ന സഹായം ആവശ്യമുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുന്നതാണ് ഭക്തിയുടെ 1-ാമത്തെ പടി എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം 16 പറഞ്ഞ ഇങ്ങനെയാണ്: മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. ആകയാൽ നമുക്ക് ആവുന്നിടത്തോളം, നമുക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, ഉച്ച നീചത്വങ്ങൾ ഒന്നും നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, നിറം നോക്കാതെ എല്ലാ മനുഷ്യർക്കും സഹായം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, അത് ഏറ്റവും മാനുഷികമായ രീതിയിലും ദൈവികമായ രീതിയിലും ഏറ്റവും നല്ല പ്രവൃത്തിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ഒരു അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ വന്നെന്ന് കരുതിയിട്ട് ജീവകാരുണ്യ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. നമ്മുടെ സമസൃഷ്ടകളെ, അതായത് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരായിരിക്കുന്ന അഗതികളായിരിക്കുന്നവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്കൊരു നല്ല രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാം, ഒരു നല്ല തലമുറയെ കെട്ടിപ്പടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതായ എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കടന്നു വരുന്നതുവരെയും സർവശക്തനായ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.